കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നമ്മുടെ കേരള പോലീസിലെ മുൻ മേധാവിയും ഇപ്പോഴത്തെ തിരുവനന്തപുരം കൗൺസിലറും വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയുമൊക്കെയായ ശ്രീലേഖ എന്ന മുൻ IPS ഉദ്യോഗസ്ഥ അവർ ഒരു വെളിപ്പെടുത്തൽ നടത്തി. അഭിമുഖത്തിലാണ് നടത്തിയത്. പൊതുവിൽ അവരുടെ വെളിപ്പെടുത്തലുകളൊക്കെ പലപ്പോഴും വളരെ സെൻസേഷണൽ ആവാറുണ്ട്. കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് അവർ IPS ഉദ്യോഗസ്ഥയായി യൂണിഫോമിൽ വന്ന സമയത്ത് വയസ്സനായ ഒരു മേലുദ്യോഗസ്ഥൻ വസ്ത്രത്തിൽ കടന്നു പിടിച്ച് അവരെ പീഡിപ്പിക്കാൻ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പീഡിപ്പിക്കാനും അപമാനിക്കാനും, എന്നത്തെയും ഭാഷയിൽ പറഞ്ഞാൽ ശ്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ആരെയാണെന്നറിയോ? എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് കരുത്തുറ്റ നിയമങ്ങൾ ഉണ്ടാക്കിയ ആളുകളെയോ, സ്ത്രീ സമത്വ തുല്യതയ്ക്ക് വേണ്ടി ഘോരാഘോരം വാദിക്കുന്നവരെയോ, അല്ലെങ്കിൽ കലയിലൂടെയും സാഹിത്യത്തിലൂടെയും സ്ത്രീകളെ ഭയങ്കര മഹോന്നതിയുടെ ഉന്നതമായ ശ്രേണിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് കൃതികൾ രചിച്ചവരെയോ ആരെയല്ല, ലോകത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാലം എത്ര കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കും എത്ര പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്നതാണ്. കാരണം പ്രവാചകൻ്റെ ഒരു വലിയ ഉപദേശമുണ്ട്. അത് വേറൊന്നുമല്ല, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അപരിചിതമായ സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളോടൊപ്പം വിവാഹബന്ധം നിഷിദ്ധമായ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്ത് ഒരു വെറും സ്ത്രീ എന്ന നിലയിലേക്ക് കാണാത്ത ഒരാളിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ പിതാവ്, സഹോദരൻ, മകൻ, ചിറ്റപ്പൻ, ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അതിൻ്റെ ഈ പറയുന്ന മൂല്യങ്ങൾ അറിയുന്നവരായിരിക്കണം. എക്സെപ്ഷൻസ് ഇതിനകത്ത് കൂട്ടി ചെയ്യരുത്. അങ്ങനെ അല്ലാതെ അത് നിഷിദ്ധമായിരിക്കുന്നവരായിരിക്കണമെന്നും, നിങ്ങൾ രണ്ട് അപരിചിതരായ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഉണ്ടാകുന്നിടത്ത് യഥാർത്ഥത്തിൽ 3 പേരാണ് ഉണ്ടാവുക, മൂന്നാമത്തേത് പിശാചാണ് എന്നൊക്കെ പറയുകയുണ്ടായി. ആ പറച്ചിലൊക്കെ ഈ ആധുനിക വർത്തമാന കാലഘട്ടത്തിലെ പലരുടെയും പരിഹാസത്തിൻ്റെ നാവിൻ തുമ്പിലിട്ട് അമ്മാനമാടിയ സംഗതികളാണ്. പലരും അതിൻ്റെ അപ്രായോഗികത പറയുന്നുണ്ട്. അപ്രായോഗികത ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അങ്ങനെ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയുമോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, എല്ലായിടത്തും അങ്ങനെ പറ്റുമോ, തൊഴിലിടങ്ങളിൽ അങ്ങനെ പറ്റുമോ, അതൊക്കെ അതിൻ്റെ പ്രായോഗിക തലത്തിൽ പലതും ഉണ്ടാവുമെങ്കിലും അവിടെ മാത്രമാണ് ഒരു സ്ത്രീ ഏറ്റവും സുരക്ഷിതയാകുന്നത് എന്ന് പറഞ്ഞ പ്രവാചക വചനത്തിൻ്റെ കംപ്ലീറ്റ്നെസ്സാണ് ഇതിൽ പ്രസക്തമാകുന്നത്. എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്ന് ചോദിച്ചാൽ, ശ്രീലേഖ എന്നതൊരു സാധാരണ സ്ത്രീയല്ല, ഒരു IPS ഉദ്യോഗസ്ഥയാണ്. യൂണിഫോമിലാണ് ചെന്നത്. അവിടെ നിൽക്കുന്നത് അവരെക്കാൾ സീനിയറായ യൂണിഫോം അണിഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്നിട്ട് ഈ IPSകാരിയായ വനിതയുടെ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ച് അവരെ വീഴ്ചയ്ക്ക് ശ്രമിച്ചു, അല്ലെങ്കിൽ അവരെ ചുംബിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അങ്ങനെ പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ, മോറൽ, എത്തിക്കൽ, ഈക്വൽ, പിന്നെന്താ ഇതൊക്കെ ചേർത്ത് വെക്കുന്ന വാക്കുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? എന്ത് പ്രസക്തിയാണുള്ളത്? അവിടെയും പ്രസക്തിയുള്ളത് ഇല്ല പറഞ്ഞ വചനത്തിനാണ്. ഏത് വചനത്തിന്? ഇപ്പോൾ ഈ യാത്ര പോകുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വേണം, അങ്ങനെ വേണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ വിദേശയാത്രകൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഉംറയ്ക്കോ മറ്റുള്ള യാത്രകൾക്കോ ഒക്കെ പോകുമ്പോൾ ഇപ്പോൾ അങ്ങനെ പകരക്കാരൻ വേണം എന്നില്ല എന്നൊക്കെ പറയുന്ന നിയമം എടുത്തു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വായിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ കോൺസിക്വൻഷ്യലായി അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇങ്ങി കുടിൽ മുതൽ അങ്ങ് കൊട്ടാരം വരെ, ഇങ്ങി ചെറിയ ഒരു ആപ്പീസ് മുതൽ അങ്ങ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വരെ ഇതാണ് സ്ഥിതിയെങ്കിൽ ആ പ്രവാചകൻ പറഞ്ഞ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു കോർ ഫോക്കസ് നിങ്ങൾ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തോളൂ, പക്ഷേ അതാണ് അതിൻ്റെ വാസ്തവം എന്ന് ഇത്ര കൃത്യമായി പറഞ്ഞു പോയൊരു പ്രവാചകനെക്കുറിച്ചാണ് അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തത്. അല്ലാതെ നിയമത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചും ഒന്നും ഓർത്തില്ല. കാരണം എന്തേ, ഈ IPS ഉദ്യോഗസ്ഥ ഇത് വെളിപ്പെടുത്തുന്നത് എത്രയോ വർഷങ്ങൾക്കിപ്പുറമാണ്. ആ പുള്ളി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അന്നത് വെളിപ്പെടുത്താനുള്ള ധൈര്യം അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള അവർക്കുണ്ടായില്ല. പോലീസിലാണ്, അല്ലെങ്കിൽ അതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെയൊക്കെ ഇതെല്ലാം ഉണ്ട്. ഇത് സംരക്ഷിക്കാൻ അധികാരപ്പെട്ടവരെന്ന് വിചാരിക്കുന്നവർ പോലും ഈ വിഷയത്തിൽ വേട്ടക്കാരാണ്, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത തേടുന്നവരാണ് എന്നതാണ് ഇതിലൂടെ വെളിവാകുന്നൊരു കാര്യം. കഴിഞ്ഞ ദിവസം ഒരു പരാതിയുമായി ബന്ധപ്പെട്ട വിഷയം ഒരാളിനോട് സംസാരിച്ചപ്പോൾ പറയുണ്ടായി. അപ്പോൾ പറയുന്നത് അവർക്കൊരു പരാതി ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പോകുന്നിടത്തു നിന്നുണ്ടാകാവുന്ന ദുരന്തവും ഈ പരാതിക്ക് ആധാരമായ ദുരന്തവും തമ്മിൽ നോക്കുമ്പോൾ ആ പരാതിക്കാരനോട് പുറത്തങ്ങ് വിടുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിച്ചു പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അത് കേൾക്കുമ്പോൾ കുറച്ച് പേര് എന്തൊരു ലോകം, എന്തൊരു കേരളം എന്നൊക്കെ പറയുമെങ്കിലും ആ പറയുന്നവരും വേറൊരർത്ഥത്തിൽ ഇതിൻ്റെ വേട്ടക്കാരാണ്. അവിടെയാണ്
ആ പ്രവാചകൻ്റെ വാചകത്തിൻ്റെ പ്രസക്തി.